നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നു ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന മറ്റൊരു കഥയുടെ പേരാണ് വെള്ളാടു നമ്പൂരി. ഇപ്പോൾ പുലാമന്തോൾ മൂസ്, കുട്ടഞ്ചേരി മൂസ്, ആലത്തൂർ നമ്പി, പഴനെല്ലിപ്പുറത്ത് തൈക്കാട്ട് മൂസ്, എളേടത്ത് തൈക്കാട്ട് മൂസ്, വെള്ളാട് നമ്പൂരി, ചീരട്ടമൺ മൂസ്, വയസ്കര മൂസ്, ഇങ്ങനെ 8 ഇല്ലക്കാർ മാത്രമാണ് അഷ്ടവൈദ്യന്മാർ എന്ന് പറയണത്. ഒരു കാലത്ത് ശാഖോപശാഖകളായി വർദ്ധിച്ച് അവർ 18 ഇല്ലങ്ങളായി തീർന്നിരുന്നു. അക്കാലത്ത് വെള്ളാട് നമ്പൂരിയും 2 ഇല്ലങ്ങളായിട്ടാണ് താമസിച്ചിരുന്നത്. അവയിൽ ഒന്ന് കൊച്ചി സംസ്ഥാനത്ത് ചാലക്കുടിയിലും മറ്റൊന്ന് എളങ്കുന്നപ്പുഴ എന്ന ദേശത്തുമായിരുന്നു. ചാലക്കുടിയിൽ താമസിച്ചിരുന്നവരെ ഉഭയൂർ മൂസ് എന്നും എളങ്കുന്നപ്പുഴയെ താമസിച്ചിരുന്നവരെ അടിയാക്കൽ മൂസ് എന്നുമാണ് പറഞ്ഞു വന്നിരുന്നത്. ആ 2 ഇല്ലക്കാരും കൊല്ലം 900-ാം ആണ്ടിടയ്ക്ക് എന്തോ ചില കാരണങ്ങളാൽ ആ സ്ഥലങ്ങൾ വിട്ട് തിരുവിതാംകൂറിൽ വന്ന് വൈക്കത്തും ചേർത്തല താലൂക്കിൽ മരുത്തോർവട്ടം എന്ന ദേശത്തും താമസമുറപ്പിച്ചു. അപ്പോൾ ആ 2 ഇല്ലക്കാരും അവരുടെ ഇല്ലപ്പേരും പേരും മാറ്റി വെള്ളാട് നമ്പൂരി എന്നാക്കി. അത് ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ഇരിക്കണതും. വൈക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് 13 അഹസ്സും വൃശ്ചികമാസത്തിൽ കറുത്ത അഷ്ടമിയുടെ പിറ്റേ ദിവസം ആറാട്ടുമാകുവാൻ തക്കവണ്ണം കൊടിയേറുകയുമാണല്ലോ ഒരു പതിവ്. ഒരു കൊല്ലം വൃശ്ചികമാസത്തിൽ ഉത്സവത്തിൻ്റെ ആറാട്ടുനാള് ഒരു വൃദ്ധബ്രാഹ്മണൻ വൈക്കത്ത് താമസിച്ചിരുന്ന വെള്ളാട് നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവ സദ്യ 10-12 ദിവസം പതിവായിട്ട് ഉണ്ടതുകൊണ്ട് എനിക്ക് കടവയറ്റിൽ നല്ല സുഖമില്ലാതെ ആയിരിക്കണു. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ നമ്പൂരി പറഞ്ഞു, ഓ അത് സാരമില്ല, ഞാനൊരു മുക്കുടി ഉണ്ടാക്കി തരാം, അത് സേവിച്ചാൽ സുഖാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആ വൃദ്ധബ്രാഹ്മണൻ പറഞ്ഞു, എന്നാൽ മുക്കുടി ഉണ്ടാക്കി തരണം എന്നില്ല, മുക്കുടിക്കുള്ള മരുന്നുകൾ അരച്ചുരുട്ടി പെരുന്തൃക്കോവിൽ ശ്രീകോവിലിൻ്റെ പടിയന്മേൽ വെച്ചു കൊടുത്താൽ മതി. ശാന്തിക്കാരെടുത്ത് മുക്കുടി ഉണ്ടാക്കി എനിക്ക് തന്നോളും. ശാന്തിക്കാരൊക്കെ എനിക്ക് പരിചയമുള്ളവരാണ്, അവരോട് ഞാൻ പറഞ്ഞോളാം. എൻ്റെ സ്ഥിരതാമസം ഇപ്പോൾ അമ്പലത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ വെള്ളാട് നമ്പൂരി പറഞ്ഞു, ഓ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, നാളെ കാലത്ത് തന്നെ ഞാൻ അരച്ചുരുട്ടി കൊണ്ടുപോയി ശ്രീകോവിലിൻ്റെ പടിയിന്മേൽ വച്ചേക്കാം എന്ന് പറഞ്ഞു. ഉടനെ ആ വൃദ്ധബ്രാഹ്മണൻ അവിടെ നിന്ന് മറയുകയും ചെയ്തു. അത് കണ്ടപ്പോൾ വെള്ളാട് നമ്പൂരി മനസ്സിൽ പറഞ്ഞു, ഇത് കേവലം ബ്രാഹ്മണനാണെന്ന് തോന്നണില്ല, ആരെങ്കിലും ആവട്ടെ, പറഞ്ഞതുപോലെ ചെയ്തേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചു. എങ്കിലും അതിനെക്കുറിച്ച് ആരോടും വെള്ളാട് നമ്പൂരി ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി വടക്കങ്കൂർ രാജാവിനും ക്ഷേത്രത്തിലെ തന്ത്രിക്കും ഊരാളന്മാർക്കും ശാന്തിക്കാർക്കും ഒരു സ്വപ്നമുണ്ടായി അത്രേ. ഒരു ദിവ്യൻ അടുക്കൽ വന്ന്, നാളെ കാലത്ത് വെള്ളാട് നമ്പൂരി ചില മരുന്നുകൾ അരച്ചുരുട്ടി ശ്രീകോവിലിൻ്റെ പടിയിന്മേൽ കൊണ്ടുവന്നു വയ്ക്കും, അതെടുത്ത് കലക്കി മുക്കുടിയാക്കി ദേവന് നിവേദിക്കണം എന്ന് പറഞ്ഞു എന്നായിരുന്നു ആ സ്വപ്നം. അത് രാജാവ് മുതൽ ക്ഷേത്ര സംബന്ധികൾ വരെ എല്ലാവർക്കും ഒരേ വിധത്തിൽ തന്നെയായിരുന്നു ആ സ്വപ്നം. അങ്ങനെ നേരം വെളുത്തപ്പോൾ എല്ലാവരും ഈ സ്വപ്ന വർത്തമാനം രാജസന്നിധിയിൽ അറിയിച്ചു. ഇവർ അറിയിച്ചതുപോലെ രാജാവും സ്വപ്നം കണ്ടിരുന്നതിനാൽ രാജാവ് ഒരു പ്രശ്നക്കാരനെ വരുത്തി പ്രശ്നം വെപ്പിച്ച് നോക്കിയപ്പോൾ ഇത് പെരുന്തൃക്കോവിൽ അപ്പൻ്റെ കൽപ്പനയാണെന്നും അതിനാൽ മുക്കുടി ഉണ്ടാക്കി നിവേദിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദേവകോപമുണ്ടാകുമെന്നും പ്രശ്നക്കാരൻ വിധിച്ചു.
അപ്പോഴേക്കും വെള്ളാട് നമ്പൂരി മരുന്നുകൾ അരച്ചുരുട്ടി ശ്രീകോവിലിൻ്റെ പടിയിന്മേൽ കൊണ്ടുചെന്ന് വയ്ക്കുകയും ശാന്തിക്കാരൻ അതെടുത്ത് മുക്കുടിയുണ്ടാക്കി പന്തീരടി പൂജയ്ക്ക് ദേവന് നിവേദിക്കുകയും ചെയ്തു. ഇത് ആറാട്ടിൻ്റെ പിറ്റേ ദിവസമായിരുന്നു. അന്ന് രാത്രിയിലും വടക്കംകൂർ രാജാവ് മുതലായവർക്കും വെള്ളാട് നമ്പൂരിക്കും ആണ്ടുതോറും ഇപ്രകാരം ആറാട്ടിൻ്റെ പിറ്റേ ദിവസം ചെയ്തു കൊള്ളണമെന്ന് സ്വപ്നമുണ്ടായി അത്രേ. ഇത് പെരുന്തൃക്കോവിലപ്പൻ്റെ കൽപ്പനയാണെന്ന് പ്രശ്നക്കാർ വിധിക്കുകയാൽ അതിനെ എല്ലാവരും വിശ്വസിക്കുകയും അങ്ങനെ നടത്തുന്നതിന് തീർച്ചപ്പെടുത്തുകയും ദേവസ്വം വക പതിവ് കണക്കിൽ ഇത് കൂട്ടിച്ചേർക്കുകയും മരുന്നുകൾ അരച്ചുരുട്ടി ശ്രീകോവിലിൻ്റെ പടിയിന്മേൽ കൊണ്ടുചെന്ന് വയ്ക്കുന്നതിന് പ്രതിഫലമായി വെള്ളാട് നമ്പൂരിക്ക് ദേവസ്വത്തിൽ നിന്ന് ചില അനുഭവങ്ങൾ ആണ്ടുതോറും കൊടുക്കണമെന്നും നിശ്ചയിച്ചത് കൂടാതെ ഏതാനും ഭൂസ്വത്തുക്കൾ അദ്ദേഹത്തിൻ്റെ തറവാട്ടേക്ക് കരമൊഴിവായി പതിച്ചു കൊടുക്കുകയും അങ്ങനെ ആണ്ടുതോറും ആറാട്ടിൻ്റെ പിറ്റേ ദിവസം വയ്ക്കത്തപ്പന് ഒരു മുക്കുടി നിവേദ്യം പതിവായി തീരുകയും ചെയ്തു. ഈ മുക്കുടി നിവേദ്യം അവിടെ ഇപ്പോഴും ആറാട്ടിൻ്റെ പിറ്റേ ദിവസം പതിവായി നടന്നു വരണ്ട്. അങ്ങനെ വയ്ക്കത്തുണ്ടായിരുന്ന വെള്ളാടില്ലത്ത് കാലക്രമേണ ആളുകൾ കുറഞ്ഞു കുറഞ്ഞ് ഒടുക്കം അവിടെ വിധവയായ ഒരന്തർജനം മാത്രം ശേഷിച്ചു. അങ്ങനെ വന്നപ്പോൾ ആ അന്തർജനം മരുത്തോർ വട്ടത്തുള്ള ആ ഇല്ലത്തേക്ക് പോയി അവിടെ താമസമാക്കി. ഒരു കാലത്ത് ജനബാഹുല്യം നിമിത്തം രണ്ടായിത്തീർന്ന ആ ഇല്ലം ജനച്ചുരുക്കം നിമിത്തം ഇങ്ങനെ പിന്നെയും യഥാപൂർവം ഒന്നായി തീർന്നു. വയ്ക്കത്തുണ്ടായിരുന്ന ഇല്ലത്ത് ആരും ഇല്ലാതെയായതിൻ്റെ ശേഷം മരുത്തോർ വട്ടത്തുള്ള വെള്ളാടില്ലത്തെ ആളുകൾ വയ്ക്കത്ത് പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ മുക്കുടിക്കുള്ള മരുന്നുകൾ അരച്ചുരുട്ടി യഥാകാലം പതിവായി ശ്രീകോവിൽ പടിയിന്മേൽ കൊണ്ടുചെന്ന് വയ്ക്കുകയും ദേവസ്വത്തിൽ നിന്ന് പതിവുള്ള അനുഭവം വാങ്ങിക്കുകയും ചെയ്തു തുടങ്ങി. ഇപ്പോഴും അങ്ങനെ തന്നെ നടന്നു വരണു. എന്നാൽ ആ ഇല്ലത്തേക്ക് കരമൊഴിവായി പതിച്ചു കൊടുത്തിരുന്ന വസ്തുക്കളെല്ലാം ഓരോ കാലത്ത് ഓരോ വിധത്തിൽ അന്യാധീനപ്പെട്ടു പോയതുകൊണ്ട് ഇപ്പോൾ അവയിലൊന്നും ആ കുടുംബക്കാർക്ക് കൈവശവും അനുഭവവുമില്ല. ദേവസ്വത്തിൽ നിന്ന് കൊടുത്തു വന്നിരുന്ന അനുഭവങ്ങളും ദേവസ്വം പരിഷ്കാരത്തോടുകൂടി വളരെ കുറഞ്ഞുപോയി. ഇപ്പോൾ ഈ വകയ്ക്ക് വെള്ളാട് നമ്പൂരിക്ക് ദേവസ്വത്തിൽ നിന്നും കൊല്ലം തോറും കിട്ടുന്ന അനുഭവം വളരെ നിസാരം മാത്രമാണ്. വെള്ളാട് നമ്പൂരിക്ക് കുടുംബ പരദേവതകളായി അനേകം മൂർത്തികളുണ്ട്. അവയിൽ ഇപ്പോൾ പ്രാധാന്യം ധന്വന്തരിക്കാണ്. അവിടെ പരദേവതകളായിട്ടുള്ള മറ്റു മൂർത്തികളെയെല്ലാം ഇല്ലത്തുള്ള തേവാരങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് കുടിയിരുത്തിയിരിക്കുന്നത്. എന്നാൽ ധന്വന്തരിക്കു മാത്രം പ്രത്യേകം ക്ഷേത്രം പണിയിച്ച് മുറപ്രകാരം ബിംബപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിനുണ്ടായ കാരണം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. പണ്ടൊരിക്കൽ ചേർത്തല താലൂക്കിൽ വയലാർ ദേശത്തുള്ള പുതിയക്കൽ അല്ലെങ്കിൽ പുതിയ അറയ്ക്കൽ എന്ന് പറയുന്ന ആ കോവിലകത്തെ ഒരു തമ്പാന് വയറ്റിൽ അതികലശലായിട്ടുള്ള ഒരു വേദന തുടങ്ങി. അത് നിമിത്തം യാതൊന്നും ഭക്ഷിക്കാൻ പാടില്ലാതെ അദ്ദേഹം ഏറ്റവും വിവശനായി തീർന്നു. ആ രോഗത്തിൻ്റെ ശമനത്തിനായി അദ്ദേഹം അനേകം ചികിത്സകൾ ചെയ്തു നോക്കി. ഒന്നുകൊണ്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഒടുക്കം തമ്പാൻ വയ്ക്കത്ത് പെരുന്തൃക്കോവിലപ്പനെ തന്നെ ശരണം പ്രാപിച്ച് അവിടെ സംവത്സര ഭജനം തുടങ്ങി. ഏറ്റവും നിഷ്ഠയോടുകൂടിയായിരുന്നു ആ ഭജനം. ക്ഷേത്രത്തിൽ സദ്യയുള്ള ദിവസങ്ങളിൽ സദ്യ അല്ലെങ്കിൽ അമ്പലത്തിലെ നിവേദ്യ ചോറ് ഏതായാലും ഒരു നേരമേ അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അതേതായാലും അദ്ദേഹത്തിന് വയറ്റിൽ വേദനയുണ്ടാക്കാറുമില്ലായിരുന്നു. അങ്ങനെ ഒരു സംവത്സരം പെരുന്തൃക്കോവിലപ്പനെ സേവിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ താമസിച്ചു. അതിനിടയ്ക്ക് ഒരു ദിവസം പോലും അദ്ദേഹത്തിന് വയറ്റിൽ വേദന ഉണ്ടായിട്ടില്ല. ഭജനം കാലം കൂടുന്നതിൻ്റെ തലേ ദിവസം തമ്പാൻ രാത്രിയിൽ
അമ്പലത്തിൽ കിടന്ന് ഉറങ്ങിയിരുന്ന സമയത്ത് ആരോ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന്, നിന്റെ വയറുവേദന ഭേദമായിട്ടില്ല, ഇവിടെ താമസിക്കുമ്പോൾ വേദന വരികയില്ലായിരിക്കാം, ഇവിടെ നിന്ന് പോയാൽ ഇനിയും അത് വരും, ആ വേദന നിശേഷം വിട്ടുമാറണമെങ്കിൽ നീയൊരു കാര്യം ചെയ്യണം. അതെന്താന്ന് വച്ചാൽ, ചേർത്തലെ തെക്കും മുറിയിൽ കേളൻകുളം എന്ന് പേരായിട്ട് ഒരു വലിയ കുളമുണ്ടല്ലോ, നീ പോയി ആ കുളത്തിലിറങ്ങി മുങ്ങിത്തപ്പണം. അപ്പോൾ 3 ശിലാവിഗ്രഹങ്ങൾ നിനക്ക് കിട്ടും. അവയിൽ ആദ്യം കിട്ടുന്നത് അവിടെ തന്നെ ഇട്ടേക്കണം. കാരണം അത് വച്ച് പൂജിക്കുവാൻ ശക്തരായിട്ട് ഭൂലോകത്ത് ആരുമില്ല. രണ്ടാമത് കിട്ടുന്നത് ധന്വന്തരിയുടെ വിഗ്രഹമായിരിക്കും. അതെടുത്ത് നീയൊരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. മൂന്നാമത് കിട്ടുന്നത് ഒരു വിഷ്ണു വിഗ്രഹമായിരിക്കും. അതെടുത്ത് നീ തന്നെ ഒരു ക്ഷേത്രം പണിയിച്ച് പ്രതിഷ്ഠ കഴിപ്പിക്കണം. ഇത്രയും ചെയ്താൽ നിന്റെ രോഗം നിശേഷം വിട്ടുമാറി നിനക്ക് പൂർണ്ണ സുഖം സിദ്ധിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ ദീനം ആജീവനാന്തം ഭേദമാവിയില്ല എന്ന് പറഞ്ഞതായി അദ്ദേഹത്തിന് തോന്നി. ഉടനെ ഉണർന്ന് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും ആരെയും കണ്ടുമില്ല. തൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരായിരിക്കും? ആരെങ്കിലും ആവട്ടെ, ഒരു സമയം വെറും പേക്കിനാവാണെന്നും വരാമല്ലോ എന്ന് വിചാരിച്ച് തമ്പാൻ പിന്നെയും കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം ഭജനം കാലം കൂടി തമ്പാൻ കോവിലകത്ത് മടങ്ങിയെത്തി. ഉടനെ വീണ്ടും വയറ്റിൽ വേദന ആരംഭിച്ചു. അത് പൂർവാധികം കലശലായിട്ട് തന്നെയായിരുന്നു. അതിനാൽ തമ്പാൻ അടുത്ത ദിവസം തന്നെ പോയി കേളൻകുളത്തിലിറങ്ങി മുങ്ങിത്തപ്പി. ആദ്യം കിട്ടിയ വിഗ്രഹം അവിടെ തന്നെ ഇട്ടിട്ട് പിന്നെയും മുങ്ങിത്തപ്പി നോക്കുകയും വീണ്ടും ഒരു വിഗ്രഹം കിട്ടുകയും ചെയ്തു. അത് ധന്വന്തരിയുടെ വിഗ്രഹം തന്നെ ആയിരുന്നു. ആ വിഗ്രഹം എടുത്തുകൊണ്ട് തമ്പാൻ കരയ്ക്കു കയറി. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ വഴിയിൽ വച്ച് വെള്ളാട് നമ്പൂരിയെ കാണുകയും വിഗ്രഹം അദ്ദേഹത്തിന് ദാനം ചെയ്യുകയും ചെയ്തു. തമ്പാൻ പിന്നെയും വന്ന് കുളത്തിലിറങ്ങി മുങ്ങിത്തപ്പിയപ്പോൾ ഒരു വിഷ്ണു വിഗ്രഹം കൂടി കിട്ടി. അത് കൊണ്ടുപോയി അദ്ദേഹം സ്വദേശത്ത് തന്നെ ഒരു ക്ഷേത്രം പണിയിച്ച് മുറപ്രകാരം പ്രതിഷ്ഠ കഴിപ്പിക്കുകയും ആ ക്ഷേത്രത്തിന് കേരളാദിത്യപുരം എന്ന് പേരിടുകയും ചെയ്തു. ആ ക്ഷേത്രം കാലാന്തരത്തിൽ തിരുവിതാംകൂർ സർക്കാർ വകയായി തീർന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കണതും. തമ്പാൻ വെള്ളാട് നമ്പൂരിക്ക് കൊടുത്ത വിഗ്രഹം അദ്ദേഹം ഇല്ലത്തു കൊണ്ടുപോയി തൻ്റെ തേവാരങ്ങളുടെ കൂട്ടത്തിൽ വച്ച് പൂജിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന കാലത്ത് മലബാറിൽ ടിപ്പു സുൽത്താൻ്റെ ആക്രമണമുണ്ടാവുകയാൽ അങ്ങാടിപ്പുറത്ത് താമസിച്ചു കൊണ്ടിരുന്ന ചീരട്ടമൺ മൂസ അവിടെ നിന്ന് കുടുംബസഹിതം പോന്നു. തിരുവിതാംകൂറിലെത്തി മഹാരാജാവിൻ്റെ സഹായത്തോടുകൂടി മരുത്തോർ വട്ടത്ത് തൻ്റെ സ്വജനമായ വെള്ളാട് നമ്പൂരിയുടെ ഇല്ലത്തിന് സമീപത്ത് തന്നെ ഒരില്ലം പണിയിച്ച് അങ്ങട് താമസമുറപ്പിച്ചു. അനന്തരം ഒരു ദിവസം ചീരട്ടമൺ മൂസ വെള്ളാട് നമ്പൂരിയുടെ ഇല്ലത്ത് ചെന്ന സമയം ധന്വന്തരിയുടെ ആ വിഗ്രഹം അവിടെ തേവാരങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, ഹേയ്, ഈ വിഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠത വിചാരിച്ചാൽ ഇത് ഇങ്ങനെ വെച്ചേക്കേണ്ടതല്ല. ഇതിന് പ്രത്യേകം അമ്പലം പണിയിച്ച് പ്രതിഷ്ഠ നടത്തിക്കുവാൻ തക്ക യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വെള്ളാട് നമ്പൂരി പറഞ്ഞു, കാര്യം അത് വാസ്തവാണ്. പക്ഷേ ഞാൻ വിചാരിച്ചാൽ ഇതൊന്നും സാധിക്കില്ല എന്നേ ഉള്ളൂ. എനിക്ക് അതിന് തക്കവണ്ണം ധനപുഷ്ടിയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചീരട്ടമൺ മൂസു പറഞ്ഞു, ഹേയ്, അങ്ങനെയൊന്നും കരുതാനില്ല. അങ്ങയ്ക്ക് ഒന്നും നടത്താൻ ധനപുഷ്ടിയൊന്നുമില്ലെങ്കിൽ വേണ്ട. പക്ഷേ അങ്ങയ്ക്ക് സമ്മതാണെങ്കിൽ ക്ഷേത്രം പണിയും പ്രതിഷ്ഠയും കലശവുമെല്ലാം ഞാൻ നടത്തിച്ചോളാം എന്ന് പറഞ്ഞു. അതിനെ വെള്ളാട് നമ്പൂരി സമ്മതിക്കുകയും
ക്ഷേത്രം പണി മുതലായവയെല്ലാം മൂസ നടത്തുകയും ചെയ്തു. ക്ഷേത്രത്തിൽ നിത്യനിദാനം, മാസവിശേഷം, ആട്ടവിശേഷം മുതലായവയ്ക്ക് വേണ്ടുന്ന മുതലും മൂസു തന്നെ വകവച്ചു കൊടുത്തു. നമ്പൂരി ഒരു കാശ് പോലും ചെലവ് ചെയ്തില്ല. എങ്കിലും ബിംബം വെള്ളാട് നമ്പൂരിയുടെ വകയായിരുന്നതിനാൽ ക്ഷേത്രാധികാരം രണ്ടുപേർക്കും ഒരേപോലെ ആയിരിക്കണമെന്ന് അവർ ഒടുക്കം പറഞ്ഞ് നിശ്ചയിച്ചു. അതിനാൽ ക്ഷേത്രത്തിൽ പതിവായിട്ട് കാലത്ത് മലരു നിവേദ്യം കഴിഞ്ഞാൽ ആ മലരും മറ്റും ഒന്നരാടം ദിവസം മാറി മാറി ഓരോ ഇല്ലത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്നും അവർ തീർച്ചപ്പെടുത്തി. മലരു നിവേദ്യത്തിന് പ്രതിദിനം 3 മലരും 3 കദളിപ്പഴവും 3 പലം ശർക്കരയുമാണ് പതിവ് വച്ചിരുന്നത്. ഇത് ഇല്ലങ്ങളിൽ കൊണ്ടുപോയാൽ കുട്ടികൾക്ക് കൊടുക്കുകയാണ് ഒരു പതിവ്. അത് രാവിലെ കിട്ടുന്നത് കുട്ടികൾക്ക് വലിയ കാര്യവും ഏറ്റവും സന്തോഷപ്രദവുമായിരുന്നു. എന്നാൽ ഇത് തങ്ങൾക്ക് ഒന്നരാടം ദിവസമേ കിട്ടാൻ ന്യായമുള്ളൂ എന്നും അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നും മറ്റും കുട്ടികൾക്ക് അറിഞ്ഞൂടാലോ. അതിനാൽ 2 ഇല്ലത്തെ കുട്ടികളും കാലത്ത് മലരും പഴവും വേണമെന്ന് പറഞ്ഞ് സിദ്ധാന്തം പിടിച്ച് കരയ ഒരു പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടികളുടെ അലട്ടും നിർബന്ധവും കരച്ചിലും നിമിത്തം ഒരു ദിവസം മലരും മറ്റും വാങ്ങിക്കൊണ്ടുപോയ ആ ഇല്ലക്കാർ തന്നെ പിറ്റേ ദിവസവും വാങ്ങിക്കൊണ്ടുപോയി. അത് അന്ന് മുറപ്രകാരം മലരും മറ്റും കിട്ടേണ്ടവരായ ഇല്ലക്കാർക്ക് ഒട്ടും രസിച്ചില്ല. അതിനാൽ അവർ 2 ദിവസം മലരും മറ്റും അടുപ്പിച്ചു വാങ്ങിക്കൊണ്ടുപോയവർക്ക് മേലാൽ ഒരിക്കലും അവ കൊടുക്കുകയില്ലെന്ന് അങ്ങോട്ട് തീർച്ചപ്പെടുത്തി. അതിനാൽ ആ 2 ഇല്ലക്കാരും തമ്മിൽ ഈ നിസാര സംഗതിക്കായി പിടിയും വലിയും അടിയും ഇടിയും വെട്ടും കുത്തുമൊക്കെയുണ്ടാക്കി. ഒടുക്കം പരസ്പരം ബദ്ധവിരോധികളായി തീർന്നു. വെള്ളാട് നമ്പൂരിയുടെ വിരോധം നിമിത്തം മരുത്തോൾ വട്ടത്ത് താമസിക്കുവാൻ നിവർത്തിയില്ലാതെയായതുകൊണ്ട് ചീരട്ടമൺ മൂസ വിവരമെല്ലാം മഹാരാജാവിൻ്റെ അടുക്കൽ അറിയിച്ചു. അതിനാൽ മൂസിൻ്റെ ഇഷ്ടപ്രകാരം കൽപ്പിച്ച് കോട്ടയത്ത് നിന്ന് 4 നാഴിക പടിഞ്ഞാറ് ഒളശ എന്ന ദേശത്ത് മൂസിന് ഇല്ലം പണിയിച്ചു കൊടുത്ത് കുടുംബസഹിതം അങ്ങോട്ട് മാറ്റി താമസിപ്പിച്ചു. കൊല്ലം 925 ആണ്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് മുറജപം തുടങ്ങിയപ്പോൾ തന്നെ ചീരട്ടമൺ മൂസിന് തിരുവനന്തപുരത്ത് ചില സ്ഥാനമാനങ്ങൾ കൽപ്പിച്ച് കൊടുത്തിരുന്നു. അക്കാലം മുതൽ തന്നെ ചീരട്ടമൺ മൂസിനെക്കുറിച്ച് മഹാരാജാക്കന്മാർക്ക് പ്രത്യേകമൊരു കാരുണ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂസിൻ്റെ ഇഷ്ടപ്രകാരം ഒളശയിൽ ഇല്ലം കൽപ്പിച്ച് പണിയിച്ചു കൊടുക്കുകയും മറ്റും ചെയ്തത്. പക്ഷേ ചീരട്ടമൺ മൂസ് മരുത്തോർ വട്ടത്തെ താമസം മതിയാക്കി അവിടെ നിന്നും കുടുംബസഹിതം പോയെങ്കിലും വെള്ളാട് നമ്പൂരിക്ക് പിന്നെയും ചീരട്ടമൺ മൂസ് സ്വൈര്യം കൊടുത്തില്ല. വെള്ളാട് നമ്പൂരി സകല അധികാരവും ഒഴിഞ്ഞ് ധന്വന്തരിയുടെ ക്ഷേത്രം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രം പണി മുതലായവയ്ക്ക് ചെലവായിട്ടുള്ള പണം തിരിച്ചു കൊടുക്കുകയോ ചെയ്യണമെന്ന് മൂസ് വാദിച്ചു. താൻ തൻ്റെ പരദേവതയായി ആചരിച്ചും സേവിച്ചും വരുന്ന സാക്ഷാൽ ധന്വന്തരിയുടെ ക്ഷേത്രം വിട്ടുകൊടുക്കുന്നതിന് മനസ്സും അതേപോലെ തന്നെ പണം കൊടുക്കുന്നതിന് നിവർത്തിയുമില്ലാതെയായപ്പോൾ വെള്ളാട് നമ്പൂരി മൂസിൻ്റെ കണക്കിൻ പ്രകാരമുള്ള പണത്തിന് തൻ്റെ ഭൂസ്വത്തുക്കളിൽ ഏതാനും മൂസിന് എഴുതി കൊടുത്തു. ആ വക വസ്തുക്കൾ ഇപ്പോഴും ചീരട്ടമൺ മൂസിൻ്റെ കൈവശാനുഭവത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടിയിരുന്ന ആ ഇല്ലക്കാർ തമ്മിൽ ഇടക്കാലത്ത് പിണങ്ങാനിടയായെങ്കിലും ഇപ്പോൾ അവർ വളരെ വേഴ്ചയോടും ചാർച്ചയോടും ഐക്യമത്യത്തോടും കൂടി തന്നെയാണ് ഇരിക്കണത്. ഈ വെള്ളാട് നമ്പൂരിമാര് പണ്ട് ചികിത്സാ വിഷയത്തിൽ ഏറ്റവും പ്രസിദ്ധന്മാരും സമർത്ഥന്മാരുമായിരുന്നു. അവർ ചെയ്തിട്ടുള്ള അത്ഭുത കർമ്മങ്ങളെല്ലാം എൻ്റെ കഥാപ്രേമികളോട് വിവരിക്കുന്ന കാര്യം അസാധ്യമായതുകൊണ്ട് അതിൽ
ചിലതു മാത്രം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം. ഈ വെള്ളാടില്ലത്ത നമ്പൂരിമാരെ വെള്ളാടില്ലത്ത നമ്പൂരിമാര് എന്നും വെള്ളോടില്ലത്ത നമ്പൂരിമാര് എന്നും പറയാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഈ വെള്ളോടില്ലത്ത് ആലത്തൂർ നമ്പിയുടെ ഭാഗിനേയനായിട്ട് ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം ശാസ്ത്രജ്ഞാനം കൊണ്ടും ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കൈപുണ്യം കൊണ്ടും നൈപുണ്യം കൊണ്ടും മറ്റും ചെറുപ്പത്തിൽ തന്നെ വിശ്വവിശ്രുതനായി തീർന്നു. ഒരിക്കൽ അദ്ദേഹം എന്തിനോ നമ്പിയുടെ ഇല്ലത്ത് പോയിരുന്നു. അപ്പോ അദ്ദേഹത്തിൻ്റെ മാതുലന്മാരായ നമ്പൂരിമാരാരും അവിടെ ഉണ്ടായിരുന്നില്ല. ചില രോഗികളെ കാണിക്കാനായി ആളുകൾ വന്ന് എല്ലാവരെയും ഓരോ ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. അക്കാലത്ത് ഈ നമ്പൂരിയുടെ മാതുല പത്നിയായ ഒരന്തർജനം അവിടെ കുഷ്ഠരോഗബാധിതയായി വളരെ കഷ്ടസ്ഥിതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഈ നമ്പൂരി ചെന്ന് ആ അന്തർജനത്തെ കണ്ട സമയം ആ അന്തർജനം പറഞ്ഞു, എൻ്റെ ഉണ്ണി, ഞാൻ ഈ സ്ഥിതിയിലായി തീർന്നു. പാപശക്തി കൊണ്ടായിരിക്കും. നിന്റെ അമ്മാവന്മാരെല്ലാം അനേക ചികിത്സകൾ ചെയ്ത് നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ചികിത്സകൾ ചെയ്യുമ്പോൾ രോഗങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യണത്. അതിനാൽ അവരെല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഇനി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ വേഗത്തിൽ മരിച്ചാൽ കൊള്ളാമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അമ്മാവന്മാരെല്ലാവരും ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഈ ദീനം ഉണ്ണി ചികിത്സിച്ചാലും ഭേദമാവുകയില്ല എന്നാണ് എനിക്ക് തോന്നണത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്പൂരി പറഞ്ഞു, ഹേയ്, അങ്ങനെ തീർച്ചയാക്കണ്ട. ഈ ദീനം ഞാൻ ചികിത്സിച്ചിട്ട് ഭേദമാകണമെന്നാണ് ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതെങ്കിൽ ഭേദമാകാതെ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ആ അന്തർജനം പറഞ്ഞു, ആ എന്നാൽ ഈശ്വര കടാക്ഷം. എൻ്റെ ഉണ്ണി, നീ വല്ലതും ചെയ്തു നോക്കുക. എൻ്റെ ഈ ദീനം ഭേദമാവുകയാണെങ്കിൽ അത് നിനക്ക് ശ്രേയസ്സും യശസ്സിനും കാരണമായി തീരും. വലിയ പുണ്യവുമായിരിക്കും അത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്പൂരി ചോദിച്ചു, അമ്മായി തേച്ച് കുളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായി അന്തർജനം പറഞ്ഞു, ശിവ ശിവ, തേച്ചുകുളിയോ? എനിക്ക് കുളി തന്നെ ഇല്ലാതായിട്ട് നാളായി. മേലെങ്ങും തൊലിയില്ല, സർവത്ര വൃണാണ്. എനിക്ക് എണീക്കാനും വയ്യ. പിന്നെ തേച്ചു കുളിക്കണത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്പൂരി പറഞ്ഞു, എന്നാ അമ്മായിയെ ഇന്ന് ഞാനൊന്ന് തേച്ചു കുളിപ്പിക്കാം. തേച്ചു കുളിച്ചാൽ തന്നെ ഈ ദീനം ഭേദാവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തോ ചില കാട്ടുചെടികളുടെ ഇലകൾ കുറെ പറിച്ചു കൊണ്ടുവന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് അതിൽ എണ്ണയും നെയ്യും ആവണക്കെണ്ണയും ചേർത്ത് ഒരു കുഴമ്പ് കാച്ചി അരിച്ചു വച്ചു. പിന്നെ നമ്പൂരി ഒരു വലിയ ചെമ്പ് പിടിച്ചെടുത്ത് അടുപ്പത്ത് വച്ച് അതിൽ നിറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നതിന് അവിടെ ശേഷമുണ്ടായിരുന്ന അന്തർജനങ്ങളോട് പറഞ്ഞു. അവര് അപ്രകാരം ചെയ്തു. അതിനിടയ്ക്ക് നമ്പൂരി പിന്നെയും ഇറങ്ങിപ്പോയി ചില ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് ചതച്ച് ആ വെള്ളത്തിലുമിട്ടു. വെള്ളം നല്ലപോലെ തിളച്ചപ്പോൾ നമ്പൂരി പെട്ടെന്ന് ചെന്ന് രോഗിണിയായ ആ അന്തർജനത്തെ എടുത്തുകൊണ്ട് ചെന്ന് ആ തിളച്ച് കിടന്നിരുന്ന വെള്ളത്തിൽ അങ്ങോട്ട് കൊണ്ട് ഇട്ടു. ഇത് കണ്ട് ശേഷമുള്ള അന്തർജനങ്ങളും മറ്റും, അയ്യോ, ഇതെന്തൊരക്രമ എന്ന് പറഞ്ഞ് ഉറക്കി അങ്ങോട്ട് നിലവിളിച്ചു. നമ്പൂരി അതൊന്നും അത്ര വക വച്ചില്ല. സ്വല്പം സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വെള്ളത്തിൽ കിടന്ന അന്തർജനത്തെ വലിച്ചെടുത്ത് നിലത്തിട്ടു. അപ്പോൾ ആ അന്തർജനത്തിന് ബോധമുണ്ടായിരുന്നില്ല. അവർ മരിച്ചുപോയി എന്ന് നിശ്ചയിച്ച് മറ്റുള്ള അന്തർജനങ്ങളും മറ്റും പൂർവാധികം ദുഃഖിച്ചു കരഞ്ഞു. ഏകദേശം 3.25 നാഴിക കഴിഞ്ഞപ്പോൾ രോഗിണിയായ അന്തർജനത്തിന് ബോധം വീഴുകയും അവർ എണീറ്റിരിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവുമായി.
ഉടനെ നമ്പൂരി താൻ മുമ്പേ കാച്ചുവച്ച ആ കുഴമ്പെടുത്തു കൊടുത്തിട്ട് ഈ അന്തർജനത്തിൻ്റെ തലയിൽ എണ്ണയും മേലൊക്കെ ഈ കുഴമ്പും തേപ്പിച്ച് ചെമ്പിൽ കിടക്കുന്ന വെള്ളമെടുത്ത് ചൂട് പാകമാക്കി കുളിപ്പിക്കാൻ അവിടെ വേറെയുണ്ടായിരുന്ന അന്തർജനങ്ങളോട് പറയുകയും അവർ കുളിപ്പിക്കുകയും ചെയ്തു. തേച്ചുകുളി കഴിഞ്ഞപ്പോഴേക്കും അന്തർജനത്തിൻ്റെ ദേഹത്തിലുണ്ടായിരുന്ന വ്രണങ്ങളൊന്നും കാണാനില്ലാതെയായി. അന്തർജനം എണീറ്റ് നടന്നു തുടങ്ങുകയും ചെയ്തു. ആ കുഴമ്പ് തേപ്പിച്ച് അന്തർജനത്തിനെ 3 ദിവസം കുളിപ്പിച്ചു. അപ്പോഴേക്കും അവര് പൂർണ്ണ സുഖത്തെ പ്രാപിച്ചു. അവരെ കണ്ടാൽ അവർക്ക് ഇങ്ങനെയൊരു ദീനമുണ്ടായിരുന്നു എന്ന് തോന്നുക പോലുമില്ലാതെയായി. അങ്ങനെ 4-ാം ദിവസം നമ്പൂരി സ്വദേശത്തേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. അനന്തരം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്പൂരിമാരെല്ലാവരും അവിടെ ഇല്ലത്തു മടങ്ങിയെത്തി. അപ്പോൾ മുമ്പ് രോഗബാധിതയായി എണീക്കാൻ വയ്യാതെ കിടന്നിരുന്ന ആ അന്തർജനം സ്വസ്ഥ ശരീരയായി എണീറ്റ് നടക്കുന്നത് കണ്ടിട്ട് ആ അന്തർജനത്തിൻ്റെ ഭർത്താവായ നമ്പി അത്യാശ്ചര്യത്തോടുകൂടി ചോദിച്ചു, ഹേയ്, നമ്മുടെ വെള്ളാടിലെ ഉണ്ണി ഇവിടെ വന്നിരുന്നുവോ എന്ന് ചോദിച്ചു. വെള്ളാടിലെ ഉണ്ണി നമ്പൂരി അവിടെ ചെന്നിരുന്നതും അദ്ദേഹം ചെയ്തതുമെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. അതൊക്കെ കേട്ടപ്പോൾ നമ്പി പറഞ്ഞു, അല്ല, അവനല്ലാതെ ഈ വകയൊക്കെ ചെയ്യുവാൻ നിശ്ചയവും ധൈര്യവും മറ്റാർക്കും ഉണ്ടാവില്ല. അവൻ്റെ ഗുരുത്വവും കൈപുണ്യവും ഭാഗ്യവും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ്. ഈശ്വരൻ അവന് ദീർഘായുസ്സു കൂടി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുകൂടാതെ ഒരിക്കൽ ഒരു വാണിയൻ എന്ന് വച്ചാൽ ഈ എള്ളും മറ്റും ആട്ടുന്ന ആ ജാതിക്കാരെയാണ് വാണിയൻ എന്ന് പറയുക, ഒരു കാളയെയും കൊണ്ട് വെള്ളാടില്ലത്ത് ചെന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ നമ്പൂരിയുടെ അടുക്കൽ ഈ കാളയ്ക്ക് ചാണകം പോകാതെയായിട്ട് 4 ദിവസമായി. അതുകൊണ്ട് കാള പുല്ലും വെള്ളമൊന്നും കഴിക്കണില്ല. വയറ് സാമാന്യത്തിലധികം വീർത്തിട്ടുണ്ട് എന്നുള്ളത് തിരുമേനിക്ക് കാണാവുന്നതാകയാൽ അടിയൻ അത് അറിയിക്കണമെന്നില്ലല്ലോ. അടിയൻ എള്ളും തേങ്ങയും മറ്റും ആട്ടുന്നതിന് ചക്കിൻ കണിയിൽ കെട്ടി അടിക്കുന്നത് ഈ കാളയെയാണ്. ഈ കാള ചത്തുപോയാൽ അടിയൻ്റെ ഉപജീവനം മുട്ടും. മറ്റൊരു കാളയെ വാങ്ങാൻ പാവപ്പെട്ട അടിയങ്ങൾക്ക് അത്ര എളുപ്പമല്ല. അതിനാൽ തിരുമനസ്സുകൊണ്ട് ദയ ഉണ്ടായിട്ട് ഈ കാളയെ രക്ഷിച്ചു തരണം എന്ന് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു. അച്ഛൻ നമ്പൂരി സ്വല്പനേരം മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, ആ, ശരിയാക്കാം. 1 മുഴം നീളവും പെരുവിരലിൻ്റെ വണ്ണവുമുള്ള ഒരു മുരിക്കിൻ വടി കൊണ്ടുവരിക എന്ന് വാണിയനോട് പറഞ്ഞു. വാണിയൻ കാളയെ അവിടെ കെട്ടിയിട്ട് ഓടിപ്പോയി മുരിക്കിൻ വടി കൊണ്ടുവന്നു. അച്ഛൻ നമ്പൂരി അതെടുത്ത് അതിൻ്റെ ഒരറ്റത്ത് കൈകൊണ്ട് പിടിക്കാൻ തക്കവണ്ണം മുള്ള ചീകിക്കളഞ്ഞ് പിടിച്ചുകൊണ്ട് കാളയെ കിടത്തി 4 നാലും കെട്ടി മുറുകെ പിടിച്ചുകൊള്ളാൻ വാണിയനോട് പറഞ്ഞു. അവൻ അപ്രകാരം ചെയ്തപ്പോൾ അച്ഛൻ നമ്പൂരി അടുത്ത് ചെന്ന് മുരിക്കിൻ വടി കാളയുടെ മലദ്വാരത്തിൽ കൂടി അകത്തേക്ക് കടത്തി 2-3 വട്ടം തിരിച്ചു. അങ്ങനെ തിരിച്ച് വലിച്ചെടുത്തു. അപ്പോൾ ആ മുരിക്കൻ വടിയോടുകൂടി ഒരു വലിയ പഴന്തുണിയും അതിൻ്റെ പിന്നാലെ ഒട്ടുവളരെ ചാണകവും പുറത്തേക്ക് പോന്നു. അത് കണ്ടപ്പോൾ അച്ഛൻ നമ്പൂരി വാണിയനോട് പറഞ്ഞു, ഇത് നീ എണ്ണ മുക്കി പിഴിയുന്ന തുണിയല്ലേ? ഇത് തിന്നിട്ടാണ് കാളയ്ക്ക് ചാണകം പോകാതെ ആയത്. ഇനി ഇങ്ങനെ വരാതെ സൂക്ഷിച്ചോളുക എന്ന് പറഞ്ഞു. കാളയുടെ മലദ്വാരം മുള്ളുകൊണ്ട് മുറിഞ്ഞിരിക്കുന്നതിന് ഒരു മരുന്നും പുരട്ടി അയച്ചു. കാളയ്ക്ക് സുഖാവുകയും ചെയ്തു. ഇതുകൂടാതെ ഒരിക്കൽ ചേർത്തല താലൂക്കിൽ തന്നെ തൈക്കാട്ട് ദേശത്ത് തൈക്കാട്ട് നമ്പൂരിയുടെ ഇല്ലത്ത് ഒരു അന്തർജനത്തിൻ്റെ മൂക്കിൽ ഒരു ദശയുണ്ടായി. അത് ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ 1 അങ്കുലം നീളത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയും ശ്വാസം മേൽപോട്ട് വലിക്കുമ്പോൾ മൂക്കിനകത്തേക്ക് കയറിപ്പോവുകയും ചെയ്യുമായിരുന്നു. അതിന്
ആരാണ്ടൊക്കെ കൊണ്ട് പല ചികിത്സകൾ ചെയ്യിച്ചിട്ട് ഭേദമാകാതെയായപ്പോൾ ഒടുക്കം തൈക്കാട്ട് നമ്പൂരി വെള്ളാട് നമ്പൂരിയുടെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ വെള്ളാട് നമ്പൂരി പറഞ്ഞു, ആ ആട്ടെ, ഞാൻ നാളെ അവിടെ വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ചികിത്സ നിശ്ചയിക്കാം. ഞാൻ അവിടെ വരുമ്പോഴേക്കും 1/4 തുലാം ഭാരമുള്ള ഒരു ഈയക്കട്ടി ഇരുമ്പ് കൊണ്ട് ഒരു കുഴയുമുണ്ടാക്കിച്ച് തയ്യാറാക്കി വച്ചിരിക്കണം. ശേഷമൊക്കെ ഞാൻ വരുമ്പോൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് തൈക്കാട്ട് നമ്പൂരിയെ അയച്ചു. അങ്ങനെ പിറ്റേ ദിവസം വെള്ളാട് നമ്പൂരി തൈക്കാട്ടില്ലത്ത് ചെന്നപ്പോഴേക്കും തലേ ദിവസം പറഞ്ഞിരുന്നത് പോലെ ഇരുമ്പ് കുഴയോടുകൂടി ഒരു ഈയക്കട്ടി അവിടെ തയ്യാറാക്കി വച്ചിരുന്നു. വെള്ളാട് നമ്പൂരി ഒരു നൂൽച്ചരട് കൂടി കൊണ്ടുപോയിരുന്നു. ആ ചരടിൻ്റെ ഒരറ്റം ഈയക്കട്ടിയുടെ കുഴയിലിട്ട് കെട്ടിമുറുക്കിയിട്ട് മറ്റേ അറ്റത്ത് ഒരു കുടുക്കുമിട്ട് തൈക്കാട്ട് നമ്പൂരിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അന്തർജനത്തെ വിളിച്ച് അടുക്കലിരുത്തിയിട്ട് ദശ പുറത്തേക്ക് വരുമ്പോൾ ചരടിൻ്റെ അറ്റത്തുള്ള കുടുക്ക് ആ ദശയിന്മേലിട്ട് മുറുക്കണം. പിന്നെ അന്തർജനത്തോട് പതുക്കെ എണീറ്റ് കുനിഞ്ഞ് സ്വൽപ്പം നടക്കാൻ പറയണം എന്നു പറഞ്ഞു. തൈക്കാട്ട് നമ്പൂരി അപ്രകാരമെല്ലാം ചെയ്തു. അന്തർജനം എണീറ്റ് നടന്നപ്പോൾ ഈയക്കട്ടിയുടെ ഭാരം കൊണ്ട് ദശ വേരോടുകൂടി പറഞ്ഞ് താഴെ വീണു. പിന്നെ വെള്ളാട്ട് നമ്പൂരി അന്തർജനത്തിൻ്റെ തലയിൽ തേക്കുന്നതിന് ഒരെണ്ണയ്ക്ക് കുറിച്ചു കൊടുക്കുകയും ഈ മരുന്നുണ്ടാക്കി പുരട്ടിയാൽ മൂക്കിനകത്ത വ്രണം ഉണങ്ങുകയും എണ്ണ കാച്ചി തേച്ചാൽ ഇനിയും മൂക്കിൽ ദശ വരാതിരിക്കുകയും തലവേദന ഉണ്ടാകാതെ ഇരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് മടങ്ങിപ്പോയി. ആ മരുന്നും എണ്ണയും കൊണ്ട് അന്തർജനത്തിന് സുഖാവുകയും ചെയ്തു. ഇതുകൂടാതെ ഒരിക്കൽ ബ്രിട്ടീഷ് മലബാറിലെ ഒരു വലിയ ജന്മിയും പ്രസിദ്ധനുമായ കുതിരവട്ടത്ത് മൂപ്പിൽ നായർക്ക് ഒരു സുഖക്കേടുണ്ടായി. എന്താ ആ സുഖക്കേടെന്ന് വെച്ചാൽ മലം ഒഴിയായികയായിരുന്നു സുഖക്കേട്. അതിന് പല വൈദ്യന്മാർ പഠിച്ച വിദ്യകളൊക്കെ പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. മലശോധനയില്ലാതെയായപ്പോൾ ഭക്ഷണവുമില്ലാതെയായി. അപ്പോൾ ക്ഷീണം കലശലായി. ആകപ്പാടെ മൂപ്പിൽ നായർ ഏറ്റവും അവശനായി തീർന്നു. അതിനാൽ മൂപ്പിൽ നായർ ഉടനെ വെള്ളാട് നമ്പൂരിയെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കണമെന്ന് പാലിയത്ത് വലിയച്ഛൻ്റെ പേർക്ക് എഴുത്തയച്ചു. അന്നത്തെ മൂപ്പിൽ നായരും വലിയച്ഛനും തമ്മിൽ അത്യന്തം സ്നേഹമായിരുന്നു. എഴുത്ത് കിട്ടിയ ക്ഷണത്തിൽ വലിയച്ഛൻ വിവരം വെള്ളാട് നമ്പൂരിയെ ഗ്രഹിപ്പിക്കുകയും സഹായത്തിന് വേണ്ടുന്ന ആളുകളെയും മറ്റും കൂട്ടി മലബാറിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. നമ്പൂരി കുതിരവട്ടത്തെത്തിയപ്പോൾ മൂപ്പിൽ നായർ ഏറ്റവും ക്ഷീണിച്ച് എണിക്കാൻ വയ്യാതെ കിടപ്പിലായിരുന്നു. തൽക്കാലം നമ്പൂരി ചുരുക്കത്തിൽ ഒരു കുഴമ്പിനെ കുറിച്ചു കൊടുത്തിട്ട് ആ കുഴമ്പ് ക്ഷണത്തിൽ കാച്ചി അരിച്ചു വയ്ക്കുകയും മൂപ്പിൽ നായർക്ക് കുളിക്കുന്നതിന് കാഞ്ഞ വെള്ളവും ചട്ടം കെട്ടി. പിന്നെ നമ്പൂരി കുളിക്കാൻ പോയി. അദ്ദേഹം കുളിയും ഭക്ഷണവുമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചട്ടം കെട്ടിയിരുന്നവയെല്ലാം തയ്യാറായിരുന്നു. വെള്ളാട് നമ്പൂരിയുടെ പ്രയോഗം എന്താണെന്ന് അറിയുന്നതിനായി അപ്പോൾ അവിടെ വൈദ്യന്മാരായിട്ടും മൂപ്പിൽ നായരുടെ സ്നേഹിതന്മാരായിട്ടും ബന്ധുക്കളായിട്ടും ആശ്രിതന്മാരായിട്ടും ആളുകൾ വന്നു കൂടുകയും ചെയ്തിരുന്നു. അങ്ങനെ നമ്പൂരി മൂപ്പിൽ നായരുടെ അടുക്കൽ ചെന്നിരുന്നു കൊണ്ട് അവിടെയുണ്ടായിരുന്ന ഭൃത്യന്മാരിൽ ബലവാന്മാരായ 4 പേരെ വിളിച്ച് കാച്ചു വച്ചിരുന്ന കുഴമ്പ് നായരുടെ കഴുത്തിര താഴെയെല്ലാം ധാരാളമായി തേച്ചിട്ട് നായരെ താങ്ങിപ്പിടിച്ച് ആ പൂമുഖത്ത് തെക്കോട്ടും വടക്കോട്ടും നടത്താൻ പറഞ്ഞു. അങ്ങനെ അവര് 5-6 പ്രാവശ്യം നടത്തിയപ്പോഴേക്കും നായർക്ക് വയറിളകി പൂമുഖത്താകപ്പാടെ അമേദ്യമായി. പിന്നെ നമ്പൂരി നായരെ കൊണ്ടുപോയി കാഞ്ഞ വെള്ളമൊഴിച്ച് കുളിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞയച്ചു. ഭൃത്യന്മാര് നായരെ കൊണ്ടുപോയി കുളിയും ഊണും കഴിപ്പിച്ചുകൊണ്ട് കട്ടിലിൽ കൊണ്ടു ചെന്ന് കിടത്തി. വളരെ ദിവസം കൂടിയിട്ട് മലം ധാരാളം ഒഴിഞ്ഞു പോവുകയും
കാഞ്ഞ വെള്ളത്തിൽ കുളിക്കുകയും വേണ്ടതുപോലെ ഊണ് കഴിക്കുകയും ചെയ്തതുകൊണ്ട് നായര് കിടന്ന് ഉടനെ ഉറങ്ങിത്തുടങ്ങി. ആ സമയത്ത് വെള്ളാട് നമ്പൂരി മൂപ്പിൽ നായരുടെ കാര്യസ്ഥനോട് പറഞ്ഞു, ആ ഇനിയിപ്പോ നായർക്ക് സുഖക്കേടൊന്നുമില്ല, ക്ഷീണം മാറണമെന്നേ ഉള്ളൂ. അത് ഭക്ഷണം ശരിയാവുമ്പോൾ ക്രമേണ മാറിക്കോളും. ഇന്ന് കാച്ചിയ കുഴമ്പ് തന്നെ കാച്ചി വച്ച് പതിവായി തേച്ച് കുളിപ്പിച്ചു കൊണ്ടിരുന്നാൽ വേണ്ടതുപോലെ മലശോധനയുണ്ടാവും. അപ്പോ മുറയ്ക്ക് ഭക്ഷണം കഴിക്കാറാവും എന്ന് പറഞ്ഞിട്ട് ആരോടും യാത്ര പറയാതെ വെള്ളാട് നമ്പൂരി മടങ്ങിപ്പോയി. നമ്പൂരി പറഞ്ഞ പോലെ തന്നെ ഒരു 10-15 ദിവസം കൊണ്ട് മൂപ്പിൽ നായർക്ക് ക്ഷീണം മാറി നല്ല സുഖായി. പിന്നെ നായര് തൻ്റെ കൃതജ്ഞതയെ പ്രകടിപ്പിക്കാനായി നമ്പൂരിയുടെ അടുക്കൽ വന്നു കണ്ട് സന്തോഷസമേതം അനേകം സമ്മാനങ്ങൾ കൊടുത്ത് വന്ദനം പറഞ്ഞ് മടങ്ങിപ്പോവുകയും ചെയ്തു. പണ്ടുണ്ടായിരുന്ന വെള്ളോട് നമ്പൂരിമാര് ചികിത്സാ സംബന്ധമായി ഇങ്ങനെ അനേകം അത്ഭുത കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവയെല്ലാം എൻ്റെ കഥാപ്രേമികളോട് പറഞ്ഞു തീർക്കുന്ന കാര്യം അസാധ്യമായതുകൊണ്ട് എന്തായാലും അതിന് ഞാൻ തുനിയണില്ല. ഇത്രയും പറഞ്ഞതുകൊണ്ട് തന്നെ ആ ഇല്ലത്ത് പണ്ടുണ്ടായിരുന്നവര് അമാനുഷ പ്രഭാവന്മാരാണെന്ന് എൻ്റെ കഥാപ്രേമികൾക്ക് സ്പഷ്ടമായി കാണൂലോ. ഈ വെള്ളോടില്ലത്ത് പണ്ടൊരിക്കൽ ശാക്തേയനായിട്ടും ഒരാളുണ്ടായിരുന്നു അത്രേ. അദ്ദേഹം പുളിയാമ്പിള്ളി നമ്പൂരി മുതലായവരെ പോലെ അമാവാസി നാള് ചന്ദ്രനെ ഉദിപ്പിക്കുക, മദ്യം കളിയടക്കിയാക്കി കാണിക്കുക മുതലായ അനേകം അത്ഭുത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് കേൾവി. അഷ്ടവൈദ്യന്മാരിൽ ഒരാളും ബ്രാഹ്മണനുമായിരുന്ന അദ്ദേഹത്തിന് ശക്തിപൂജയും മറ്റും അത്യാവശ്യമായിട്ടുള്ളവയല്ലാത്തതിനാലും അദ്ദേഹത്തിൻ്റെ അത്ഭുത കർമ്മങ്ങൾ ചികിത്സാ സംബന്ധമായിട്ടുള്ളവയല്ലാത്തതുകൊണ്ടും അവയൊന്നും ഇവിടെ തൽക്കാലം ഞാൻ വിസ്തരിക്കാൻ ഉദ്ദേശിക്കണില്ല. അതിനാൽ പ്രസിദ്ധപ്പെട്ട ആ ഇല്ലത്ത് പണ്ടത്തെ പോലെ ഇനിയും ജനോപകാരാർത്ഥം നല്ല വൈദ്യന്മാരുണ്ടായിത്തീരുന്നതിന് സർവേശ്വരൻ സദയം കടാക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളോട് നമ്പൂരി എന്ന ഈ കഥ ഞാൻ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ പറഞ്ഞു നിർത്തുന്നു. ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.